ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? അപ്പോൾ നല്ല കാറ്റും മഴയാണ്. കാറ്റും മഴ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മുകളിൽ കെട്ടിയ ഇതെല്ലാം പൊട്ടി വീണ് കേട്ടോ. ടാങ്കി അടക്കം താഴോട്ട് വന്ന് പഴയ ഒരു ടാങ്കി ഉണ്ടായിരുന്നു. ടാങ്കി ചേഞ്ച് ആയിട്ട് വെച്ചതാണ്. അത് മൊത്തം വന്ന് ആ സൈഡ് കെട്ടിയ എല്ലാം പോയി. അത്രയും കാറ്റാണെന്ന് പറഞ്ഞാൽ നല്ല കാറ്റാണ്. ഇപ്പോൾ എല്ലാവരും എവിടെ യാത്ര ചെയ്യുകയാണെങ്കിലും നന്നായിട്ട് ശ്രദ്ധിക്കണം. വയനാട് വരുന്ന പോലെല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കണം. കൊട്ടൂരെല്ലാം ചുരം ഇത് ഇടിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആരെങ്കിലും എല്ലാം വയനാട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഇപ്പം വരാതിരിക്കുക നല്ലത്. അത്രയും പിടുത്തം വിട്ട കുടുങ്ങിയാ മരം പൊട്ടി ചുരെല്ലാം ഇടിഞ്ഞ്. ഇന്നിപ്പോൾ എൻ്റെ അനിയത്തിനെ കൂട്ടാൻ വേണ്ടി തൊട്ടിൽപ്പാലത്തിൽ നിന്ന് ഓൻ വന്നിട്ട് ഓൻ പറയുന്നു അവിടെ കുടുങ്ങി മരം മൊത്തം വീണേന്ന് എല്ലാം പൊട്ടീന്. അപ്പോൾ ആരും വയനാട്ടിലോട്ട് വരാൻ നിൽക്കരുത്. ടൂറാണെങ്കിലും ആരാണെങ്കിലും എൻ്റെ ഒരു അപേക്ഷയാണ്. അത്രയും കാറ്റാണ്, പിടുത്തം പെട്ട കാറ്റും മഴയാണ്. അപ്പോൾ ആരും ഇനി ദയവ് വിചാരിച്ചിട്ട് പിന്നെ ഇത് കുറയോളം വയനാട്ടിലോട്ട് ടൂറ് വരരുത്. നിങ്ങളെ കണ്ടോളൂ. ഇതാ അത്ര അപകടങ്ങളാണ്. എല്ലാ ചുരം മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മരങ്ങൾ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദയവ് വിചാരിച്ച് ആരും വയനാട്ടിലോട്ട് ടൂറൊന്നും ഈ കാറ്റും മഴ അമരോളം ആരും വരരുത് പ്ലീസ്. നമ്മളൊരു അപേക്ഷയാണ്. അത്ര അപകടത്തിലേക്കാണ് വയനാട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അത്രയും കാറ്റും മഴയാണ്. കാരണം നമ്മളെ മേലെ കെട്ടിയ എല്ലാം പൊട്ടി വീണ് കമ്പി അടക്കം പോകുന്നു. അത്രയും കാറ്റാണ് കേട്ടോ. അപ്പോൾ ആരും വയനാട്ടിലോട്ട് വരാൻ നിൽക്കരുത് കേട്ടോ. അപ്പം ഇത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പം നമ്മൾ തന്നെ എല്ലാം പൊട്ടി വീണ് കേട്ടോ. നമ്മളെല്ലാം എന്തായിത്തീരുന്നു. എല്ലാവരും ദുആ ഞങ്ങൾക്ക് വേണം. അത്രയും കാറ്റും മഴയും അപകടത്തിലേക്കാണ് ഇങ്ങനെ പോകുന്നത്. അപ്പം എല്ലാവരും ദുആ ചെയ്യുക. ആർക്കും ഒരു നാട്ടിലും ഒരാൾക്കും അപകടം വരാതിരിക്കട്ടെ. പഠിച്ചവൻ എല്ലാവരും കാക്കട്ടെ. അപ്പോൾ എല്ലാവരോടും ഇത്രേ പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും. അത്രയും കാറ്റാണ് കേട്ടോ. വയലിലെല്ലാം നല്ല വെള്ളം നിന്ന് അത്രയും മഴ പെയ്തൊന്ന് കൂട്ടിയിട്ടുണ്ട്. കാറ്റ് ഇതാ കണ്ടോളൂ. അത്രയും ശക്തിയായ കാറ്റാണ് അടിക്കുന്നത്. എല്ലാം അത്രയും പേടിയാണ്.